ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അബിയോ എന്നൊരു ഫ്രൂട്ടാണ്. ഞാൻ 5 വർഷം മുന്നേ അത് പ്ലാന്റ് ചെയ്തതാണ്. 5 വർഷം മുന്നെയാണ് ഇത് കുഴിച്ചിട്ടത്. 5 വർഷത്തിന് ശേഷം വല്ലപ്പോഴൊക്കെ ഓരോന്നൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ വർഷം ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു വിദേശിയാണ്. ഇത് ഞാൻ ഗൂഗിളിൽ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ആമസോൺ ആമസോണിൻ്റെ തെക്കേ അമേരിക്കയിലെ ഭാഗത്തുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇപ്പോൾ നമ്മൾ സർവ്വസാധാരണമായിട്ട് ഇത് കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഇതൊരു കൊമേഴ്ഷ്യൽ ഫ്രൂട്ടല്ല. ഇത് 1-2 ദിവസമേ കിട്ടും. പറിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ കഴിക്കണം. അതുകൊണ്ട് ഇതിന് ലൈഫില്ലാത്തൊരു ഫ്രൂട്ടാണ്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിനെ കാണിച്ചു തരാം. ഇതാണ് സുഹൃത്തുക്കളെ ഫ്രൂട്ട്. ഇവിടെ എല്ലാത്തിനും ഉണ്ട്, കുറേ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട് ഫ്രൂട്ട്. ഇതാണിതാ, ഇതൊക്കെ കാണാം. ഒരുപാട് ഫ്രൂട്ടുകളുണ്ട്. കുറേ പഴുത്തിട്ടുണ്ട്, കുറച്ച് മുകളിലാണ്. അപ്പോൾ ഞാൻ കോണിയോടെ കൊണ്ടുവച്ച് കോണി കൂടെ കയറിയിട്ട് അത് പറിക്കണം. പറിക്കുന്നതിന് മുന്നേ ആ ഫ്രൂട്ട് എന്താ കാണിച്ചു തരാം. പറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് മുറിച്ച് കഴിക്കണം. ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ മരത്തിൻ്റെ മുകളിലുള്ളത്. നല്ല പഴുത്ത ഒരുപാട് അബിയുണ്ട്. ഇതാണിതാ പഴുത്ത ആൾ. പിന്നെ ഇതവിടെ പഴുക്കാത്ത ചെറിയ ആൾക്കാരുണ്ട്. ഓക്കെ, ഇനി ഒരുപാടുണ്ട്. ഇതാണ് പഴുത്തത്. ഇനി പഴുക്കാതിരിക്കുന്നതൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഭാഗത്തുനിന്ന് ഒരാൾ നന്നായിട്ട് പഴുത്തിരിപ്പുണ്ട്. ഇനി അവിടെ ഒരാൾ പഴുത്ത് വരുന്നുണ്ടതാ. ഒരുപാട് ഫ്രൂട്ടുണ്ട്. ഇപ്രാവശ്യം ഒരുപാട് ഫ്രൂട്ടാണ് കിട്ടിയത്. ഇവിടെയൊക്കെ ഉണ്ട്, ഒരുപാട് ഫ്രൂട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ പഴുത്തിട്ടുണ്ട്. അവിടെയൊക്കെ പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ അത് പറിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈ കിട്ടും കേട്ടോ. ഇത് വിത്ത് മുളപ്പിച്ചിട്ട് അതിൽ നിന്നാണ് തൈ ഉണ്ടാകുക. അല്ല, ഗ്രാഫ്റ്റ് ചെയ്യുന്ന പരിപാടി ഇല്ല. അത് നമ്മൾ വെയിറ്റ് ചെയ്യണം. 1-2-3 വർഷമൊക്കെ വെയിറ്റ് ചെയ്യണം. പെട്ടെന്നുണ്ടാണെങ്കിൽ നമുക്ക് നഴ്സറിയിൽ പോയിട്ട് 2-3 വർഷം പഴക്കമുള്ള ഒരു ചെടി കുഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൂട്ടായി കിട്ടും. ഞാൻ വളരെ ചെറുതായിരുന്നു വാങ്ങിയത്. അത് 4-5 വർഷം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതും മാംഗോസ്റ്റിനും അതുപോലെയാണെന്ന് തോന്നുന്നു. മാംഗോസ്റ്റി എൻ്റെ അടുത്തുണ്ട്. മാംഗോസ്റ്റി 7 വർഷത്തിന് ശേഷം കഴിച്ചു ഈ വർഷം. ഓക്കെ, ഒന്ന് മുറിച്ച് നോക്കാം. ഓക്കെ, ഇതിലൊരു വിത്താണ് ഉള്ളത്. ഈ വിത്തിന് ഭയങ്കര വില കേട്ടോ. പല ആൾക്കാരും പറയുന്നിട്ട് 200 റുപ്യ ഉണ്ടെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതെന്തായാലും 100 റുപ്യ എടുത്ത് കൊടുക്കണം തോന്നുന്നു. ഈ ഒരു വിത്ത് ഒഴിച്ചിട്ടാണ് നമുക്ക് തൈ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താ നമുക്ക് നോക്കാം. ഇത് നമ്മളെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഡെലീഷ്യസ് ആണ്, സ്ക്രംഷ്യസ് ആണ്. ഇത് നമ്മൾ ഇളനിയില്ലേ, ഇളനീലക്കാട് കുറച്ചും കൂടി നല്ല മധുരം ഉണ്ടാവും. നമ്മൾ ഇളനീ കഴിക്കുന്ന പോലെ, ഇളനീലുള്ള കയമ്പില്ലേ, ആ കയമ്പ് കഴിക്കുന്ന പോലെയാണ്. അതിൽ കുറച്ചും കൂടി നല്ല മധുരമുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം വെക്കാൻ പാടുള്ളൂ. പറിച്ചു കഴിഞ്ഞാൽ ഉടനെ കഴിച്ചോളണം. അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിലൊന്നും ലഭ്യമല്ലാത്തത്. ഇതിന് ഡ്യൂറേഷൻ ഇല്ല, അത്ര ലൈഫ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നമ്മളെ വീടുകളിലൊക്കെ ഒന്ന് കുഴിച്ചിടാം. എന്നിട്ട് നമുക്കിതിങ്ങനെ പറിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ആഹ്ലാദം ഭയങ്കരമാണ്. ഇതിപ്പം കഴിഞ്ഞ വർഷം എനിക്ക് 1-2 കിട്ടിയിരുന്നു. ഞാൻ ചെറിയൊരു വീഡിയോ ഇതിന് മുന്നേ ഉണ്ടാക്കിയിരുന്നു. ഈ വർഷം എനിക്ക് കൂടുതൽ കിട്ടിയപ്പം വിപുലമായൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയാണ്. സോറി, ഞാൻ വർത്താൻ പറഞ്ഞപ്പോൾ ഒരു പീസ് പോയി പോയിട്ടോ. വളരെ സങ്കടമുണ്ട്. ഓക്കെ, നമുക്ക് കഴിച്ചു നോക്കാം. എക്സലൻറ്റ്, ഡെലീഷ്യസ്, സ്ക്രംഷ്യസ്. താങ്ക് യു.